ശ്രീ റെജി ലൂക്കോസ്, ഈ ഇത്തവണ NDA മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മുൻകാലങ്ങളെ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ BJPക്ക് അയക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ നിന്ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അങ്ങിങ്ങ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കിയത് ഉൾപ്പെടെ ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാനത്ത് വേരുറപ്പിക്കാനുള്ള വഴി തുറന്നു എന്ന് BJP കണക്കുകൂട്ടിയതാണ്. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രാജീവ് ചന്ദ്രശേഖർ BJP പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റായ നേമത്ത് മത്സരരംഗത്തുണ്ട്. മാത്രമല്ല ഇത്തവണ കാര്യങ്ങളൊക്കെ അനുകൂലമായി മാറും എന്ന് കരുതിയിരുന്നതുമാണ്. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, പ്രതിസന്ധികൾ BJPക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. ഒന്ന്, കോൺഗ്രസ് ഉന്നയിച്ച അല്ലെങ്കിൽ UDF ഉന്നയിച്ച CPIയുമായുള്ള ഒരു ധാരണയുണ്ടാക്കി ഡീലുണ്ടാക്കി എന്ന ആരോപണം. രണ്ട്, ഈ 2020 വന്ന് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന പല പ്രധാന വിഷയങ്ങളും തിരഞ്ഞെടുപ്പ് വിഷയമായ ഉള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അവിടെ 2020 അല്ലെങ്കിൽ BDJSനൊക്കെ സ്ഥാനാർത്ഥികളെ കൊടുത്തു എന്ന ആക്ഷേപം. പിന്നെ മൂന്നാമതായി ഈ FCRA വിഷയം വരികയും അത് ക്രൈസ്തവ വോട്ടുകളെ അകറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുമുള്ള സംഭവങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ BJP പ്രതീക്ഷിച്ച മുന്നേറ്റത്തിന് വിലങ്ങുതടിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? ഏതാണ്ട് നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം ഈ 4 സീറ്റുകൾ BJP മനസ്സിൽ ജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ നടത്തുന്നുണ്ടെന്നാണ് ആ ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അത് താങ്കൾ ശരിവെക്കുമോ? ഗോപികൃഷ്ണൻ ഇവിടെ എന്നോട് ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് നോ എന്നൊരു ആൻസറാണ്. അതിന് കാരണം വളരെ വ്യക്തമാണ്. ഒന്ന്, ആ ഡീലിനെ കുറിച്ച് പറയാം. CPM അല്ലെങ്കിൽ BJP തമ്മിലുള്ള ഡീൽ എവിടെയാണ്, ഏത് രീതിയിലാണ്, ഏത് നിയോജകമണ്ഡലത്തിലാണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് പറയാമോ? ഇവർക്ക് ആരെക്കൊണ്ട് സാധിച്ചോ? ഇപ്പം BJPയെ കുറിച്ച് കാലങ്ങളായിട്ട് കുറെ നുണകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു നരേഷൻ ഈ പറയുന്ന ചില മാധ്യമങ്ങളും ഈ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷത്തല്ല, ഞാൻ പറഞ്ഞ ഇടതും വലതും തമ്മിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവർ കാലങ്ങളായിട്ട് അതിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ വസ്തുത എന്താണ്? ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ FCRA എന്ന് പറയുന്ന നിയമഭേദഗതിയെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അത് ഏറ്റവും വലിയ രീതിയിൽ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ മറ്റ് ഞങ്ങൾക്കെതിരായിട്ടുള്ള കക്ഷികൾ വളരെ സുന്ദരമായിട്ട് ഉപയോഗിച്ചൊരു സാധനമാണ്. നിങ്ങൾക്കറിയാമോ, മാർച്ച് 31 ചങ്ങനാശ്ശേരി ബിഷപ്പ് അഭിവന്ദ്യ തറയിൽ പിതാവ് ഒരു ആശങ്ക ഒരു ഫേസ്ബുക്കിൽ പ്രകടിപ്പിച്ചു. ഈ നിയമഭേദഗതി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ആശങ്ക ഉളവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് കേട്ട ഉടനെ തന്നെ പാതിരാത്രിക്ക് ഫ്ലൈറ്റ് പിടിച്ചുകൊണ്ട് ഈ UDFന്റെയും LDFന്റെയും MP ഡൽഹിയിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു പ്രൊസഷൻ നടത്തി, ഒരു പ്രതിഷേധ യോഗം. എന്നാൽ വസ്തുത എന്താണ്? വസ്തുത എന്ന് പറഞ്ഞാൽ മാർച്ച് 25 ഈ നിയമ ഭേദഗതി പാർലമെന്റ് അവതരിപ്പിച്ചതാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലും ലോക്സഭയിലും MP-മാർക്കെല്ലാം ഇതിന്റെ കോപ്പി കൊടുത്തു. അത് കൊടുത്തിട്ടാണല്ലോ ഇത് അവതരിപ്പിക്കുന്നത്. 7 ദിവസം ഈ MP-മാർ മൗനമായിരുന്നു. കാരണം എന്തുകൊണ്ടാ? അവർക്കറിയാം നിയമ ഭേദഗതി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒരു ഹൈലൈറ്റ് ചെയ്ത് എന്താ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്ന്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്നുള്ള വാക്ക് തന്നെ വാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ദേശവിരുദ്ധതയുണ്ട്. കാരണം ഈ FCRA എന്ന് പറയുന്നത് 16,400 FCRA അക്കൗണ്ട് ഇന്ത്യയിലുള്ളതിൽ 22,000 കോടി രൂപ അതിനനുസരിച്ച് ഇന്ത്യ വരുമ്പോൾ അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട NGOയ്ക്കും ഈ പറഞ്ഞ സമൂഹത്തിനും ഈ അക്കൗണ്ടുള്ളവർക്ക് എല്ലാം ബാധകമാണ്. അപ്പോൾ അവിടെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ആഘോഷിച്ചവർ സത്യത്തെ നാണം കെട്ട് അവരിപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കേണ്ട വസ്തുതയാണ്. കാരണം എന്തുകൊണ്ടാണ് 7 ദിവസം എന്തുകൊണ്ട് ഇവരുടെ കയ്യിൽ വെച്ചോട്ട് ഇതിനകത്ത് അപകടം ഉണ്ടെങ്കിൽ ഈ MP-മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അപ്പൊ ഇവർ കാപട്യത്തിന്റെ നിറകൂടങ്ങളല്ലേ? അതല്ലേ കേരളത്തിൽ തിരിച്ചറിഞ്ഞ്. അപ്പൊ ഒന്നതെ. മൂന്നാമതായിട്ട് എന്നോട് ചോദിച്ച കാര്യം, ഞങ്ങൾ ഉയർത്തിയ 1-2 കാര്യങ്ങളിൽ, അതായത് 2020യും അല്ലെങ്കിൽ BDJSനെ പോലെയുള്ള ഘടകകക്ഷികൾക്ക് അമിതമായി സീറ്റ് കൊടുത്തില്ലേ? അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങളത് ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ പെയ്ഡ് സീറ്റ് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ FCRയുടെ കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് ആശങ്കയുണ്ട്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ആ ആശങ്ക പരസ്യമായി പ്രകടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സഭയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ടെന്നും കൃത്യമായ വിശദീകരണമില്ലാതെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു. ഇത് ക്രൈസ്തവ സഭയെ വരുതിയിൽ നിർത്താനും അവരെ കൂച്ചുവിലങ്ങാനും നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണെന്ന് ആക്ഷേപം ഉയർന്നു. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഇതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇത് ക്രൈസ്തവ സഭകൾക്കെതിരെ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു എന്നും പറയുക? അത് അവരുടെ വിവേചന ശേഷിയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒന്നായി പോയല്ലോ ശ്രീ റെജി ലൂക്കോസ്. അല്ലല്ല, അവരുടെ വിവേചന ബുദ്ധി ഒരിക്കലും ചോദ്യം ചെയ്തില്ല. കാരണം അവർ വിവേചന ബുദ്ധി ഉള്ളവരാ.
നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയാണ് നിയമം. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ഇവിടെ ഹിന്ദു അല്ല, അത് പറഞ്ഞത് ക്രൈസ്തവ സഭകളിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്നല്ല, ക്രൈസ്തവ സഭ തന്നെയാണ് ആ ആശങ്ക മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്. ഞാൻ പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ക്രൈസ്തവ സമൂഹത്തിനെ മാത്രം കോൺസെപ്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണെന്നുണ്ടെങ്കിൽ ഈ FCRA എന്ന് പറയുന്ന നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്തല്ലേ പറയത്തുള്ളൂ. മാർച്ച് 25 പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബിൽ, ഒരു അമെന്റ്മെന്റ്, അതിന്റെ കോപ്പി MP മാർക്ക് കിട്ടിയിട്ട് ഇവർ ആരും എന്തുകൊണ്ടോ പ്രതികരിക്കായിരുന്നു? അവർക്കതിന് വസ്തുത അറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്തേക്ക് വരുന്ന പണം അത് കൃത്യമായ രീതിയിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ FCRA അക്കൗണ്ടിൽ വരുന്ന പണം ഉപയോഗിക്കുന്നത്? അതോ രാജ്യദ്രോഹപരമായിട്ട് എന്തിന്റെ സംഘടനയ്ക്ക് മാറിപ്പോകുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചില്ലെങ്കിൽ അത് എന്തൊരു ഭരണകൂടമാ? കത്തോലിക്ക സഭ തന്നെ കണ്ടത് ഇത് ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണ് എന്നാണ്. ഗോപികൃഷ്ണ അതാ പറഞ്ഞത്. അത് ക്രൈസ്തവ സഭ പ്രകടിപ്പിച്ച ആശങ്കയിൽ എരുതിയിൽ എണ്ണ വെക്കാനായിട്ട് ഈ കാര്യങ്ങൾ 7 ദിവസം മുമ്പ് അറിഞ്ഞ ഈ പറയുന്ന UDF-ന്റെ LDF-ന്റെ MP മാർ മൗനം പാലിച്ചതിനോട് തന്നെ അവർ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.